കേട്ടുകേൾവിയില്ലാത്ത കനത്ത മഴയാണ് ചിലയിടങ്ങളിൽ പെയ്യുന്നത് നമുക്ക് ചുറ്റും. ഹോങ്കോങ്ങിലെ കാര്യമാണ്. കഴിഞ്ഞ 140 വർഷത്തിലധികമായിട്ട് കണക്ക് നോക്കിയാൽ, ഈ മഴയെക്കുറിച്ച് രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതലുള്ള കണക്ക് നോക്കിയാൽ, ഇത്രയും വലിയ പെരുമഴ ഹോങ്കോങ് എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിട്ടില്ല. ചൈനയുടെ ഭാഗമായിട്ടുള്ള ഹോങ്കോങ് ഏഷ്യൻ മേഖലയുടെ ഒരു സാമ്പത്തിക തലസ്ഥാനമെന്നാണല്ലോ അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഈ ഓഗസ്റ്റ് 5-ാം തീയതി 2025 ഇന്ന് പെയ്ത മഴയുടെ അളവ് ഹോങ്കോങ്ങിൽ മാത്രം, സിറ്റിയിൽ മാത്രം 350 മില്ലിമീറ്ററാണ്. ആശുപത്രികൾ അടച്ചിടേണ്ടി വരുന്നു. കോടതികൾ ഹോങ്കോങ്ങിൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ സ്കൂളുകളെല്ലാം അടച്ചു. പെരുമഴ പെട്ടെന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. 350 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ മില്ലിമീറ്ററിൻ്റെ കണക്കൊന്ന് പരിശോധിക്കണം. 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 1 ലിറ്റർ മഴവെള്ളം തങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ അതിനാണ് 1 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നത്. 1 സ്ക്വയർ മീറ്റർ ഏരിയയിലെ 1 ലിറ്റർ വെള്ളം സങ്കല്പിച്ച് നോക്കൂ. 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 350 ലിറ്റർ വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, എന്ന് വെച്ചാൽ 2 വലിയ ബാത്ത് ടബിലെ വെള്ളം നിറയെ 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇപ്പോൾ ഹോങ്കോങ് നഗരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വതും നിശ്ചലമായിരിക്കുന്ന ഹോങ്കോങ്ങാണ് ഇന്ന് ഈ ചൊവ്വാഴ്ച നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ലോകം മുഴുവൻ നടക്കുന്നു, അതൊക്കെ നമ്മുടെ തന്നെ ചെയ്തികളുടെ ഫലമാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് ഏറ്റവും ഭദ്രമെന്നും സ്റ്റെബിലിറ്റി കൂടിയതെന്നുമൊക്കെ നമ്മൾ കരുതുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഴവെള്ളം വന്നാൽ എങ്ങനെ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങാൻ പറ്റും എന്ന സംവിധാനം ലോകം മുഴുവനും നമ്മുടെ സർവ്വ പരിഷ്കാരങ്ങൾക്കുമൊപ്പം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം.